ഹായ് ഹലോ മച്ചാമാർ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബേപ്പൂർ ചാലിയം ഹാർബറിലാണ്. ബേപ്പൂർ ഹാർബറിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് മീനെടുക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെ മീനാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ മീനാണ് വേണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ വന്നിട്ടുള്ള മീൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് മീനാണ് വേണ്ടിയെന്ന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മച്ചാമാർ വന്നിട്ടുള്ള മീനെന്ന് വെച്ചാൽ അയിലക്കണ്ണി, ചെമ്പാൻ എന്നൊക്കെ പറയുന്ന അയിലക്കണ്ണിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോട്ടുകാരുടെ ലാസ്റ്റ് വർക്കാണിത്. ലാസ്റ്റ് വർക്ക് ബോട്ടിലുള്ള എല്ലാ മീനുകളും ഇന്നത്തോട് തന്നെ ബോട്ടുകാർ വിറ്റ് ഒഴിവാക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി മീൻ വെച്ച് കഴിഞ്ഞാൽ അത് മീൻ പോകാതിരുന്നു കഴിഞ്ഞാൽ അത് ബോട്ടുകാർക്ക് വലിയ നഷ്ടമായിരിക്കും. സർക്കാരിൻ്റെ ഓർഡർ വന്നുകൊണ്ടാണ് ബോട്ടുകാർ പുറത്ത് വല വലിക്കുന്ന എല്ലാ ബോട്ടുകാരും കയറിയിട്ട് മച്ചാന്മാർ. അപ്പോൾ അതുപോലെ തന്നെ അവർ എല്ലാ മീനുകളും ഇന്നത്തോടു കൂടി വിറ്റ് കാലിയാക്കുന്നതായിരിക്കും. ഇനിയും മീൻ വെച്ച് കഴിഞ്ഞാൽ മീൻ കേടുവരുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള അയിലക്കണ്ണിക്കാണ്. അയിലക്കണ്ണി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അയില വന്നിട്ടുണ്ട്. മിക്സായിട്ടുള്ള പലതരത്തിൽ ബോട്ടുകാരെ മീൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പലതരത്തിലുള്ള മീനുകൾ അവർക്കുണ്ടാവും. മിക്സായിട്ടുള്ള മിക്സ് അല്ലാത്ത മീനും, അതുപോലെ തന്നെ ചപ്പ്, പലതരത്തിൽ പൊടിക്കാൻ പോകുന്ന മീനുകളുണ്ടാവും, എക്സ്പോർട്ടിങ്ങിന് പോകുന്ന മീനുകളുണ്ടാവും, മാർക്കറ്റിലേക്ക് പോകുന്ന മീനുകളുണ്ടാവും. പല ഐറ്റംസ് മീനുകളായിരിക്കും ബോട്ടുകാർ ഇറക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീൻ പലതരത്തിലുള്ള മീനുകളുണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള പല ഐറ്റംസ് മീനുകൾ ബോട്ടുകാർ ഇറക്കിയിട്ടുണ്ട്. അതിനൊക്കെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേലം വിളി മഴയും കാറ്റും അതിശക്തമായതുകൊണ്ട് തന്നെ മീനിനൊക്കെ നല്ല അടിപൊളി റേറ്റാണ്. ഏത് മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ ഹാർബറിൽ അതുപോലെ തന്നെ മാർക്കറ്റുകളിലൊക്കെ നല്ല അടിപൊളി റേറ്റാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ഒരുപാട് മീനുകൾ നമ്മൾ കേരളത്തിലേക്ക് കയറി വരുന്നുണ്ട് മച്ചാന്മാരെ. അപ്പോൾ മീൻ വാങ്ങുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മീനുകൾക്ക് ബോട്ടുകാരോട് കയറാൻ പറഞ്ഞിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകാരുടെ പണിക്ക് പോകാതിരിക്കാനുള്ള സർക്കാരിൻ്റെ ഓർഡർ വരാനുള്ള കാരണം ബോട്ടുകാരുടെ വലയിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മീനുകളും കൊടുക്കുന്നതുകൊണ്ടാണ്. നെത്തോലി മുതൽ കൂറ്റൻ സ്രാവ് വരെ ബോട്ടിൻ്റെ വലയിൽ കയറാറുണ്ട്. അതുകൊണ്ടാണ് ബോട്ടുകാരുടെ പണിക്ക് പോകരുതെന്ന് സർക്കാരിൻ്റെ ഓർഡർ വരാൻ കാരണം. മുട്ടയിട്ട് പെരുകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരോടും കൂടിയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ അതുപോലെ തന്നെ നല്ല സ്പോട്ടുകളുമായി ഇനിയും വരുന്നതായിരിക്കും.